പാലക്കാട് കൊല്ലങ്കോട് സ്വദേശിനിയാണ് നിമിഷ. ഇവിടെ നഴ്സിംഗ് പഠിച്ചു, പക്ഷേ പഠനം പൂർത്തിയാക്കാൻ നിമിഷയ്ക്കായില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ നിന്നും അവർ ജോലി തേടി യമനിലേക്ക് പോവുകയാണ്. യമനിൽ ജോലി തേടി പോകുന്ന നിമിഷ 2008 നിമിഷ യമനിലേക്ക് മാറുന്നത്. അവിടെ സനായിൽ ഒരു ആശുപത്രിയിൽ നഴ്സായി ജോലി ചെയ്തു വരുന്നു. പിന്നീട് അവർ തിരികെ നാട്ടിലേക്ക് എത്തുകയാണ്. 2011 നിമിഷ വിവാഹിതയാവുകയാണ്. ഒരു ഇടുക്കി സ്വദേശിയാണ് അവർ വിവാഹം ചെയ്യുന്നത്. 2012 ഒരു മകൾ പിറന്നിട്ടുണ്ട്. ആ മകളെ നിമിഷ പിന്നീട് കണ്ടിട്ടില്ല എന്നുള്ള കാര്യം ഉൾപ്പെടെയുള്ളത് ഓർക്കണം. 2014 പിന്നീട് ഇങ്ങനെ ആശുപത്രിയിൽ ജോലി ചെയ്യുന്നതിനിടെ സ്വന്തമായ ഒരു ക്ലിനിക് എന്നുള്ള തീരുമാനത്തിലേക്ക് നിമിഷ എത്തുകയാണ്. അങ്ങനെ യമനിൽ സ്വന്തമായ ഒരു ക്ലിനിക്ക് തുടങ്ങണമെങ്കിൽ അവിടെ യമൻ പൗരന്മാരായിട്ടുള്ള യമനിൽ പൗരത്വമുള്ള ആളുകളുടെ പങ്കാളിത്തം വേണം. അങ്ങനെയാണ് നിലവിൽ കൊല്ലപ്പെട്ട തലാൽ അബ്ദു മെഹദിയുമായി ഒരു ബിസിനസ് പങ്കാളിത്തത്തിലേക്ക് നിമിഷപ്രിയ എത്തുന്നത്. ഇരുവരും ചേർന്ന് ഒരു ക്ലിനിക്ക് ആരംഭിക്കുകയാണ്. പക്ഷേ വളരെ പെട്ടെന്ന് തന്നെ ആ ക്ലിനിക്കിൽ ഇരുവരും തമ്മിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടാകുന്നു. മറ്റു പല പ്രശ്നങ്ങളും. അത് ആദ്യം തുടങ്ങുന്നത് ബിസിനസ് പരമാണെങ്കിലും പിന്നീട് നിമിഷയ്ക്ക് നേരെ ഉണ്ടാകുന്ന ആക്രമണം, പലതരത്തിലുള്ള ആക്രമണങ്ങൾ ശാരീരികമായി മാനസികമായിട്ടൊക്കെ നിമിഷയ്ക്ക് നേരെ ഉണ്ടാവുകയാണ്. അങ്ങനെ സ്വയം രക്ഷയ്ക്കായി നിമിഷ തലാൽ അബ്ദു മെഹദിയെ കൊലപ്പെടുത്തി എന്നുള്ളതാണ് നിമിഷപ്രിയയ്ക്ക് എതിരായിട്ടുള്ള കേസ്. 2017 തലാൽ കൊല്ലപ്പെടുന്നത്. കൊലപ്പെടുത്തിയതിനു ശേഷം നിമിഷയ്ക്ക് ഒപ്പം തന്നെ ഉണ്ടായിരുന്ന മറ്റൊരു സ്ത്രീ കൂടി ചേർന്ന് ഈ മൃതദേഹം വെട്ടിനുറുക്കി വാട്ടർ ടാങ്കിൽ നിക്ഷേപിച്ചു എന്നുൾപ്പെടെയും ഈ കേസിൽ പറയുന്നുണ്ട്. ഇതിനുൾപ്പെടെയാണ് നിമിഷപ്രിയയ്ക്ക് പിന്നീട് 2018 യമനിൽ കോടതി വധശിക്ഷയ്ക്ക് നിമിഷപ്രിയയെ വിധിക്കുന്നത്. പിന്നീട് നിമിഷപ്രിയയുടെ മോചനത്തിനായി 2020 ഒരു ആക്ഷൻ കമ്മിറ്റി രൂപീകൃതമാകുന്നത്. ആ ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ചെങ്കിൽ പോലും യമനിലെ നിയമങ്ങൾ ഒരു തരത്തിലും നമുക്ക് സ്വാധീനിക്കാനോ ഇടപെടാനോ പറ്റാത്തതാണ്. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഗോത്ര സമൂഹമൊക്കെ ആയതിനാൽ തന്നെ അവിടേക്ക് ഈ കുടുംബത്തിന്റെ സമ്മതമാണ്, അല്ലെങ്കിൽ കുടുംബമാണ് ഏതെങ്കിലും തരത്തിലൊരു മധ്യസ്ഥതയ്ക്ക് തയ്യാറാകേണ്ടത്. അതിൽ ദയാധനം കുടുംബത്തിന് നൽകാമെന്ന് പറയുമ്പോഴും 10 കോടി രൂപ എന്നുള്ളതാണ് നിലവിലെത്തിയിരിക്കുന്ന തീരുമാനം. ഇനിയും 10 കോടി നൽകാനുള്ള സമയമുണ്ടെന്നൊക്കെ ആക്ഷൻ കമ്മിറ്റി അംഗങ്ങൾ പറയുന്നുണ്ടെങ്കിലും ഒരാഴ്ച മാത്രമാണ് മുൻപിലുള്ളതെന്ന് ഓർക്കണം. ജൂലൈ 16 നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കുമെന്നുള്ള കാര്യം തീയതി കോടതി നിശ്ചയിക്കുകയും ചെയ്തിരിക്കുന്നത്. ഹലോ ഗേസ്, അസ്സലാമു അലൈക്കും. അപ്പോൾ എന്തൊക്കെ വർത്താനം, എല്ലാവർക്കും സുഖം വിചാരിക്കുന്നു. അപ്പോൾ അത് നമ്മൾ നിമിഷപ്രിയയെ കുറിച്ചിട്ട് ഒരുപാട് നല്ല ആശ്വാസമുള്ള വാർത്തയും കാര്യങ്ങളൊക്കെ ഇതിന് വന്നിട്ടുണ്ട് അതിനകത്ത്. അപ്പോൾ നമ്മൾ പിന്നെ ഒരുപാട് ആൾക്കാർ ഇടപെടലും കേന്ദ്ര സർക്കാരും കേരള സർക്കാരും അതേമാതിരി തന്നെ തിരുവനന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ അദ്ദേഹത്തിൻ്റെ ഇടപെടലും മൂലം അവസാന നിമിഷത്തിലെ പിന്നെ ഒരു ആശ്വാസമായിട്ടുണ്ടായിരുന്നു. വേറെ ഒന്നല്ല, അവരെ പിന്നെ വധശിക്ഷയ്ക്ക് 16-ാം തീയതിയാണ് കേട്ടോ പിന്നെ വിധി ലഭിച്ചിട്ടുണ്ടായിരുന്നത്. അത് നീട്ടിക്കിട്ടലും ഉസ്താദിൻ്റെ ഇടപെടൽ കൊണ്ട് ദിവസം നീട്ടിക്കിട്ടിയ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. കൂടുതലായിട്ട് പൂർണ്ണമായിട്ടും മോചിതമായിട്ടുണ്ടായില്ല. എന്നാലും ഒരു തൽക്കാലം ഒരു ആശ്വാസമായിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ഇപ്പോൾ പിന്നെ അവർ പിന്നെ വാർത്തയും കാര്യങ്ങളൊക്കെ വരുന്നത് എന്താണെന്ന് വെച്ചാൽ പിന്നെ അദ്ദേഹത്തിൻ്റെ സഹോദരന് ഇതിനെതിരെയാണ് വന്നിട്ടുള്ളത്. ചർച്ചയും കാര്യങ്ങളിലൊക്കെ പെട്ടെന്ന് തന്നെ വധശിക്ഷയ്ക്ക് ലഭിക്കുമെന്നും അതേമാതിരി തന്നെ ഇത് പിന്നെ തൂക്കിലേറ്റും കാര്യങ്ങളൊക്കെ ഇതിന് ഒട്ടും വിട്ടുവീഴ്ചയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ സഹോദരൻ കൂടെ വന്നിട്ടുണ്ട്. പിന്നെ അപ്പോൾ ഒരാണ് പറഞ്ഞത് ഇങ്ങനെ ചർച്ചയ്ക്ക് വെച്ചിട്ടുള്ളത് ചർച്ച ചെയ്യാണ്. അപ്പോൾ എന്തായാലും ഇത് വിധി പിന്നെ നടപ്പിലാക്കുന്ന തന്നെയാണ് കേട്ടോ പറയുന്നത്. എന്തായാലും പെട്ടെന്ന് തന്നെ ഇതിൻ്റെ മോചിതം കാര്യങ്ങളും കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അല്ലേ. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കിയേ. നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ട് നിമിഷപ്രിയയുടെ വധശിക്ഷ മാറ്റിവെക്കുന്നതുമായി ബന്ധപ്പെട്ട് ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ യമനിൽ ഇന്നും തുടരും. ഇന്ന് നടക്കേണ്ടിയിരുന്ന വധശിക്ഷ നീട്ടിവെച്ചതോടെ ചർച്ചകൾക്ക് കൂടുതൽ സമയം ലഭിക്കും. ദയാധനം സ്വീകരിച്ച് മാപ്പ് നൽകണമെന്ന ആവശ്യം കൊല്ലപ്പെട്ട തലാലിന്റെ കുടുംബത്തോട് ആവർത്തിക്കും. അതേസമയം നിമിഷപ്രിയയ്ക്ക് ദൈവ നിയമപ്രകാരം ശിക്ഷ കിട്ടണമെന്ന് തലാലിന്റെ സഹോദരൻ അബ്ദുൽ ഫത്താ മഹദി രാജ്യാന്തര മാധ്യമത്തോട് പറഞ്ഞു. തരത്തിൽ ഒരു നല്ല തീരുമാനമാണ്, അല്ലെങ്കിൽ ഇനിയുള്ള അതായത് തലാലിന്റെ കുടുംബവുമായി ചർച്ചയ്ക്ക് ഒരു സാധ്യത തെളിയുന്നു, ഒരു വഴി തെളിയുന്നു എന്നൊരു ആശ്വാസകരമായ കാര്യമാണ് ഇന്നലത്തെ ആ വിവരത്തോടു കൂടി നമുക്ക് ലഭ്യമായത്. എനിക്ക് സൂചിപ്പിച്ച പോലെ ഇനിയുള്ള കാര്യം തലാലിന്റെ കുടുംബം തീരുമാനിക്കേണ്ടതാണ്. നയതന്ത്ര തലത്തിലേക്ക് അപ്പുറത്തേക്ക് കുടുംബം എടുക്കുന്ന നിലപാട് അവരുടെ സ്റ്റാൻഡ് എന്ന അടിസ്ഥാനപ്പെടുത്തി തന്നെ ആയിരിക്കാം നിമിഷപ്രിയയുടെ വധശിക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക. ഇപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ അബ്ദുൽ മഹദിയുടെ പ്രതികരണം രാജ്യാന്തര മാധ്യമങ്ങൾ നടത്തിയത് ഗോഡ്സ് ലാ ആദ്യം പറഞ്ഞത് ഇങ്ങനെയാണ്: വി വാണ്ട് ദാറ്റ് ഗോഡ്സ് ലാ ഷുഡ് ബി ഇംപ്ലിമെന്റഡ് ഇൻ ദിസ് കേസ്, വി വിൽ നോട്ട് അഗ്രി ടു എനിത്തിങ് ലെസ് ദാൻ ദിസ്. അങ്ങനെ അബ്ദുൽ മഹദി പറയുമ്പോൾ അത് ശുഭകരമായ ഒരു കാര്യമല്ല. ദൈവ നിയമം നടപ്പിലാക്കണമെന്ന് ഉദ്ദേശിക്കുമ്പോൾ ഒരു തരത്തിലും ന്യായീകരിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകരുത് നിമിഷപ്രിയയുടെ കാര്യത്തിൽ എന്നുകൂടിയാണ് തലാലിന്റെ സഹോദരൻ പറയുന്നത്. അവരുടെ കുടുംബം ആഗ്രഹിക്കുന്നത് ദൈവനീതിയാണ്, ദൈവ നിയമം നടപ്പിലാക്കണമെന്നാണ്. വധശിക്ഷ അത്തരത്തിലേക്ക് നടപ്പിലാക്കണമെന്ന് ആ കുടുംബം ആഗ്രഹിക്കുന്നത് പറയുമ്പോൾ നമ്മുടെ ഇനിയുള്ള ചർച്ചകൾ ആ കുടുംബവുമായി ബന്ധപ്പെട്ട് എങ്ങനെ പോകുമെന്നൊരു ചോദ്യമാണ് വരുന്നത്. ഞാൻ പറഞ്ഞല്ലോ, നയതന്ത്ര തലത്തിലേക്കുള്ള സാധ്യതകളൊക്കെ തന്നെ വിരളമാണ്. ഇപ്പോൾ കാന്തപുരത്തിനടക്കം ഇടപെടൽ കഴിഞ്ഞ ദിവസം ചർച്ചയായതാണ്. അതിനൊക്കെ അപ്പുറത്തേക്ക് വധശിക്ഷ നീട്ടിവെച്ചു എന്നൊരു കാര്യം അതൊരു നല്ല കാര്യമാണ്. ഒപ്പം തന്നെ അവിടെ സമയം ലഭിക്കുന്നതാണ് കുടുംബവുമായി ബന്ധപ്പെട്ട് ചർച്ച നടത്താൻ. ഇതിപ്പോൾ വധശിക്ഷയുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തിന് അപ്പുറത്തേക്ക് ഈ കുടുംബം ഒരു ദിയാദനം സ്വീകരിച്ചുകൊണ്ട് പക്ഷേ റഹീമിന്റെ കാര്യത്തിൽ നമ്മൾ കണ്ടതാണ്. ദിയാദനം അങ്ങനെ സ്വീകരിക്കുകയാണെങ്കിൽ കൊടുക്കാൻ തയ്യാറായി പലരും വരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം അബ്ദുൾ റഹീമിന്റെ നിയമസഹായ സമിതിയൊക്കെ തന്നെ ആ പണം നൽകാൻ തയ്യാറെടുത്തുമെന്ന് നമ്മൾ കണ്ടു. അങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യം ഒരുങ്ങുമ്പോൾ തലാലിന്റെ കുടുംബം എടുക്കുന്ന ഒരു സമീപനം എന്താണ്, അവർ സ്വീകരിക്കുന്ന സമീപനം അതനുസരിച്ചായിരിക്കും വധശിക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. എന്തായാലും അതിനുള്ള ചർച്ചകൾ തുടക്കം കുറിച്ചിരിക്കുന്നതാണ്. അതായത് യമനിൽ ബന്ധപ്പെട്ട കുടുംബവുമായി ബന്ധപ്പെട്ട് സംസാരിക്കാനുള്ള ശ്രമം ആരംഭിച്ചിട്ടുണ്ട്. അതിന്റെ ഒരു തുടക്കം അല്ലെങ്കിൽ അതിന്റെ ഒരു പുരോഗതി അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും കാര്യങ്ങൾ പോവുക. അതേസമയം തന്നെ തലാലിന്റെ കുടുംബം അല്ലെങ്കിൽ സഹോദരൻ ഇപ്പോൾ പറഞ്ഞത് തന്നെ നമ്മൾ കേട്ടത് അവർക്ക് ആ നിയമം നടപ്പിലാക്കണമെന്നാണ്. അതേപോലെ തന്നെ നിമിഷപ്രിയ ന്യായീകരിക്കുന്നത് അവർ തെറ്റാണ് ചെയ്തത്. ആ തെറ്റ് ന്യായീകരിക്കുന്നത് ദൗർഭാഗ്യകരമാണ് നടക്കും തന്നെ സഹോദരൻ പറയുമ്പോൾ കുടുംബവുമായി ബന്ധപ്പെട്ട് ഇനിയുള്ള ചർച്ചകൾക്ക് ഏതാണ് ഒരു പരിഹാര മാർഗം, അല്ലെങ്കിൽ ഏത് മാർഗം സ്വീകരിച്ചായിരിക്കും കുടുംബവുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ വിശദീകരിക്കുന്നതാണ് ചോദ്യം. എന്തായാലും ചർച്ചകൾ
അപ്പോൾ നിങ്ങൾ കേട്ടില്ലേ വാർത്തയിൽ നമ്മൾ തൽക്കാലം ഉസ്താദിന്റെ ഇടപെടലും കാരണം കൊണ്ട് തൽക്കാലം ഒരു ആശ്വാസവും കാര്യങ്ങളും കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ വാർത്ത ഇങ്ങനെ വരുന്നതില്ലേ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ തലാൽ അഹമ്മദ് പിന്നെ അബ്ദുൽ മഹദി എന്നില്ലേ അദ്ദേഹത്തിനെ കൊന്ന കേസിലാണ് കേട്ടോ നിമിഷപ്രിയയെ ജയിലിൽ അടച്ചിട്ടുള്ളത്. കേസും കാര്യങ്ങളൊക്കെ ഉള്ളതും അതേമാതിരിക്കിനെ തൂക്കിലേറ്റാൻ വിധിച്ചിട്ടുള്ളതൊക്കെ അല്ലേ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സഹോദരന് എന്തായാലും പിന്നെ ചർച്ചയും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ നടപടി എടുക്കുന്നു, വിധശിക്ഷയ്ക്ക് ലഭിക്കും, ഇതിൻ്റെ ഒരു മാറ്റമില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എന്തായാലും ഉസ്താദിൻ്റെ ഇടപെടൽ കാരണം പിന്നെ എന്തായാലും കുറഞ്ഞൊരു ആശ്വാസം ഉണ്ടായിട്ടുണ്ടായിരുന്നു. വാർത്തയിലും ഇതിലൊക്കെ എല്ലാവരും കേട്ടിട്ടുണ്ടാവൂലേ. അപ്പോൾ അതൊക്കെ തന്നെയാണ്. പെട്ടെന്ന് ഇതിന്നൊരു മോചിതം കാര്യങ്ങളൊക്കെ ശരിയായി വരട്ടെ, നല്ലൊരു പിന്നെ റിസൾട്ടും കാര്യങ്ങളും വരട്ടെ എന്നുള്ളത് പ്രാർത്ഥിക്കുന്നു അല്ലേ. 10 വീഡിയോ വരുന്നവർക്ക് എല്ലാ കൂട്ടുകാരോട് അസ്സലാമു അലൈക്കും.